പിന്നെ മണി സാറ്. ആ അങ്ങനെ വന്ന വേറൊരു ഗസ്റ്റാണ് മണി സാറ്. മണി സാറ് എങ്ങനെയാലും ഒരു ദിവസം ഈ ഷോയിൽ വരണം എന്ന് ഞങ്ങൾ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ 3-4 മാസം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു ദിവസം സമ്മതിക്കുകയും വരികയും ചെയ്ത്. അപ്പം എല്ലാവർക്കും കുറച്ച് പേടിയായിരുന്നു. പതിവിൽ വിപരീതമായി എല്ലാവരും ബാക്കൗട്ട് ചെയ്ത് സംസാരിക്കണോ, എന്താണ് സംഭവിക്കാൻ പോണത് എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു ആക്ച്വലി. അല്ല, അതില് പുള്ളിയുടെ ഡൂപ്പൊക്കെ വന്നല്ലോ. ബോച്ചയുടെ ഡൂപ്പ് വന്നത്, പുള്ളിയുടെ മണി സാറിൻ്റെ വന്നില്ല. മണി സാറ് കുറെ 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട് എപ്പിസോഡ്. നല്ല എപ്പിസോഡാണ്. ഞങ്ങളതൊരു ഡിഫറെൻ്റ് ആയിരുന്നു. സാധാ ഫിലിം സെലിബ്രിറ്റി അല്ലാതെ വരുന്ന ഒരു കാസ്റ്റിംഗ് ആയിരുന്നു. PC ജോർജ് വന്നപ്പോഴും അതെ അതെ അതെ. PC ജോർജ് സാർ വന്നപ്പോഴും മണി സാർ വന്നപ്പോഴും എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. PC ജോർജ് എങ്ങനെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും? വളരെ ഇതായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിന് മേലുള്ള സംഭവങ്ങളാണ് അവരുടെ അടുത്തുനിന്ന് വരുന്നത്. PC ജോർജിനെയും MM മണിയും കൂടെ ഒരുമിച്ചിരുത്തി സൂപ്പർ ഷോയിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്ത് എങ്ങനെയായിരിക്കും? അത് അവരും ഇല്ലെങ്കിൽ ആവണം, എന്നാലും നമുക്ക് നല്ലതായിരിക്കും. നല്ല ആശയമാണത്.